കെ.ടി. ജലീലിനെ മുൻനിർത്തി മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ നീക്കം ആരംഭിച്ച് സിപിഎം. ലീഗിനെതിരെ സമീപകാലത്ത് ഉയർന്ന ആരോപണങ്ങളെല്ലാം ശക്തമായ രീതിയിൽ ഉന്നയിച്ച് ജലീൽ രംഗത്തെത്തുമ്പോൾ പുതിയൊരു യുദ്ധമുഖമാണ് സിപിഎം തുറക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിലില്ലെന്ന് പ്രഖ്യാപിച്ച ജലീലിന്റെ ഇപ്പോഴത്തെ നീക്കം ശ്രദ്ധേയമാണ്. ജലീൽ വീണ്ടും സിപിഎമ്മിന്റെ ലീഗ് വിരുദ്ധ പോരാളിയാകുമ്പോൾ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് എന്താണ്? CV അനുമോദ് വിവരങ്ങളുമായി ചേർന്നു. അനുമോദ്, ലീഗിനെതിരെ ജലീലിനെ നേരത്തെ തന്നെ പരീക്ഷിച്ച് വിജയിച്ചതാണ് സിപിഎം എന്ന കാര്യത്തിൽ സംശയമില്ല. ജലീൽ തന്നെയാണ് ലീഗിനെതിരെയുള്ള മുഖ്യ ആയുധം എന്ന തിരിച്ചറിവ് വീണ്ടും ഉണ്ടാവുകയാണോ സിപിഎമ്മിന്? എന്തു മനസ്സിലാക്കണം ജലീലിന്റെ പുതിയ വരവ്? ഭവ്യ, നമുക്കറിയാം മുസ്ലിം ലീഗിനെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് കെ.ടി. ജലീൽ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ലീഗിനെതിരായ പോരാട്ടമാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് ജലീൽ മുന്നിട്ടിറങ്ങുമ്പോൾ അത് CPM-നെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ ആക്രമിക്കാനുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി മാറുകയാണ്. സമീപ ദിവസങ്ങളിൽ ജലീൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെല്ലാം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ലീഗിനെതിരെ മറ്റാരും ഉന്നയിക്കാത്തത്ര ആരോപണങ്ങൾ അത് വളരെ വിശദമായ തെളിവോടെ അദ്ദേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്, അദ്ദേഹം P.K. ഫിറോസിന്റെ സഹോദരനെതിരെ കേസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിമർശനങ്ങൾ തുടങ്ങുന്നത്. അന്ന് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എണ്ണമിട്ട് പറയുന്ന തരത്തിലായിരുന്നു ആരോപണങ്ങൾ. ഒന്ന്, അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ക്ഷേമ പദ്ധതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ പിരിവുകൾ, അതിന് പല പദ്ധതികൾക്ക് വേണ്ടി യൂത്ത് ലീഗ് നടത്തിയ പിരിവുകളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് വയനാട്ടിലെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയതിലെ വലിയ ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം വയനാട് സന്ദർശിച്ച് ആ ഭൂമി സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കുറെ കൂടി ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് തോട്ടഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കുകയും അതിൽ വീട് നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ലാൻഡ് ബോർഡിന് മുമ്പിലേക്ക് ആ പ്രശ്നം എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ജലീൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിനെല്ലാം അപ്പുറം പാണക്കാട് കുടുംബത്തിനെതിരെ തന്നെ ലീഗിൻ നേതാക്കൾക്കെതിരെ ജലീൽ കടന്നാക്രമണം നടത്തി. അതായത് പലതരം ട്രസ്റ്റുകൾ രൂപീകരിച്ച്, സംഘടനകൾ രൂപീകരിച്ച് പാണക്കാട് കുടുംബത്തിൻ്റെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരികയും തുടർന്ന് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അണികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ജലീൽ ആരോപിക്കുന്നത്. പല ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങൾ ഇത്തരം ട്രസ്റ്റുകളിലും ഇത്തരം സംഘങ്ങളിലും ഉൾപ്പെടരുത്, അത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് അവർ പിന്മാറണമെന്നൊരാവശ്യം ജലീൽ ഉന്നയിക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിനെതിരെ മറ്റാരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം തുറന്നു പറയുന്നു എന്നൊരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ്. സൂചിപ്പിച്ചതുപോലെ മറ്റാരും വിമർശിക്കാത്ത തരത്തിൽ പാണക്കാട് കുടുംബത്തെ അടക്കം ജലീൽ വിമർശിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം അതെന്താ? തീർച്ചയായും നമുക്കറിയാം, മുമ്പ് വിജയരാഘവൻ പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു പല ഭാഗത്തുള്ള വിമർശനം ഉണ്ടായിരുന്നത്. അപ്പോൾ ജലീൽ ഉന്നയിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ട്, ഒരു പ്രാക്ടീസിങ് മുസ്ലിം എന്ന് ജലീൽ അവകാശപ്പെട്ട് ഉന്നയിക്കുമ്പോൾ അതൊരിക്കലും വർഗീയമായിട്ടുള്ള ഒരു വിമർശനത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ജലീലും അതുപോലെ തന്നെ CPM കരുതുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ അത് മുസ്ലിങ്ങളെ വിമർശിക്കുന്ന തരത്തിലേക്ക് ആ വിമർശനങ്ങളെ മാറ്റുകയും അതിൻ്റെ മെറിറ്റ് നഷ്ടമാവുകയും ചെയ്യുമെന്ന് പ്രധാനമായിട്ടും ജലീൽ വിമർശിക്കുമ്പോൾ അത് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റാർക്കും പറയാൻ കഴിയാത്ത വിമർശനങ്ങൾ ജലീലിലൂടെ CPM ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആക്ഷേപവും ആരോപണവുമായി നിലനിൽക്കുമെന്ന് അവർ കരുതുന്നത്. അതുതന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മാസങ്ങളിൽ CPM ഉദ്ദേശിക്കുന്നതും. നമുക്കറിയാം, ജലീലിന്റെ ഇതുവരെയുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വലിയ തോതിൽ തന്നെ മുസ്ലിം ലീഗിനെ വിമർശിച്ച് രംഗത്തെത്തുന്നു. പല സാഹചര്യങ്ങളിലും കടുത്ത വിമർശനം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നടത്തി. പക്ഷേ അതിനപ്പുറം മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് അദ്ദേഹം വരികയും വിവാദമാകുന്ന, രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് ഇടപെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ജലീൽ എത്തുമ്പോൾ ജലീൽ മുസ്ലിം ലീഗിനെതിരായ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്ന സൂചന തന്നെയാണ്, സന്ദേശം തന്നെയാണ് നൽകുന്നത്. അനുമോദ, തെരഞ്ഞെടുപ്പിന് ഇനി ഇല്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളാണ് ജലീൽ. പക്ഷേ ഇപ്പോൾ ഇതാ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പിൻവലിക്കാനുള്ളൊരു നീക്കമാണ് കെ.ടി. ജലീൽ നടത്തുന്നത് എന്ന് കരുതാമോ നമുക്ക് ഈ ഘട്ടത്തിൽ? നമുക്കറിയാം, ഒരു വർഷം മുൻപാണ്
ടി ജലീൽ താൻ ഇനി രാഷ്ട്രീയത്തിൽ ഇനി മത്സരിക്കാനില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഇനി തൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു കഴിഞ്ഞ തവണത്തത്. ഇനി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിനില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താനില്ല എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി നിർബന്ധിച്ചാൽ ജലീൽ വീണ്ടും അംഗത്തിന് ഇറങ്ങുമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ജലീലിന് മാത്രം നേടാൻ കഴിയുന്ന വോട്ട് ബാങ്കുകളുണ്ട്, പോക്കറ്റുകളുണ്ട്. അവിടെയൊക്കെ മറ്റൊരാളെ സംഘടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ CPM ആ മണ്ഡലം നിലനിർത്തുക എളുപ്പമാകില്ല എന്ന വിലയിരുത്തലുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് ലീഗിനെതിരായ പോരാട്ടം നടത്തുവാൻ മലപ്പുറത്ത് ജലീലിനെ അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നൊരു പ്രതീതി തീർക്കുവാനും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് കണ്ട് സാധിച്ചിട്ടുണ്ട്. അതിന് CPM എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി നിർബന്ധിച്ചാൽ ജലീൽ മത്സരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ജലീൽ പിന്നോക്കം പോകേണ്ടി വരും. അതായത് ഇനി മത്സരിക്കാനില്ല എന്ന തീരുമാനം എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പല തരത്തിൽ ജലീൽ വിശദീകരിക്കേണ്ടതായ പല സാഹചര്യങ്ങളും മുന്നിൽ വരും. പക്ഷേ ഈ ഘട്ടത്തിൽ ജലീൽ സജീവമായിട്ട് മുസ്ലിം ലീഗിനെതിരായ പോരാട്ടവുമായി രംഗത്തിറങ്ങുമ്പോൾ CPM അത് നൽകുന്ന ഒരു മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കം കണക്കിലെടുത്ത് തന്നെ CPM ജലീലിന്റെ ആക്ഷേപങ്ങൾ ഏറ്റെടുക്കുകയും അത് CPM-ന്റെ കൂടി ഒരു പോരാട്ടമായി മാറ്റി അതിനെ മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലേക്കും ലീഗിനെതിരായ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ മാറ്റുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ജില്ലയിൽ 4ാമതും തവനൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. തീർച്ചയായും എന്തായാലും സമീപകാലങ്ങളിലായിട്ട് KT ജലീൽ പൊതുരംഗത്ത് സജീവമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെയുള്ള മുഖ്യ ആയുധമായി ജലീൽ മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എത്തണം. അതിന് മുൻപ് ഇടവേള.